ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ സംഘം കണ്ടെത്തും. വിദഗ്ധ സംഘത്തിന് റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും ഇവിടെ തുടർ താമസം സാധ്യമാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. വിലങ്ങാട് കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഡ്രോൺ പരിശോധന ഇന്നും തുടരുന്നുണ്ട്. വിലങ്ങാട് പലയിടങ്ങളിലായി 100-ലധികം ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, മഞ്ഞക്കുന്ന്, പാനോം ഭാഗങ്ങളാണ് സർവേ പൂർത്തിയായത്. ശേഷിച്ച സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് സർവേ നടത്തുന്നുണ്ട്. വിലങ്ങാട്ടുണ്ടായ ഉരുൾപൊട്ടലിൽ സംഭവിച്ച നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ കൈമാറാൻ ഓഗസ്റ്റ് 20 വരെ സമയം നൽകി. ഓഗസ്റ്റ് 30 വരെ നഷ്ടങ്ങൾ സംബന്ധിച്ച കണക്ക് കർഷകർക്ക് കൃഷിഭവനുകളിലൂടെ നൽകാം. നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ലെന്നിരിക്കെയാണ് ഈ ആശ്വാസ നടപടി. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ നാശനഷ്ടത്തിന്റെ കണക്കുകൾ കളക്ടർക്കാണ് നൽകേണ്ടത്. ഉരുൾപൊട്ടൽക്കെടുതി നേരിട്ട വാണിമേൽ പഞ്ചായത്തിന് പുറമെ മലവെള്ളപ്പാച്ചിൽ ബാധിച്ച സമീപ പഞ്ചായത്തുകളായ നരിപ്പറ്റ, നാദാപുരം, വളയം, ചെക്യാട്, എടച്ചേരി എന്നിവിടങ്ങളിലെയും നഷ്ടങ്ങളുടെ കണക്കെടുക്കും. കാർഷിക നഷ്ടത്തിനുള്ള അപേക്ഷ 30 വരെ കർഷകർക്ക് കൃഷിഭവനുകളിൽ നൽകാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്രകാരം നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമെടുക്കും. വിലങ്ങാട്ടും പരിസരങ്ങളിലുമായി 24 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായെന്നാണ് കണക്കാക്കിയതെങ്കിലും അതിലും കൂടുതൽ ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.